നമസ്കാരം, ഇത് IBN മലയാളം. മകരമാസത്തിലെ പൂയം നാൾ ദേവസൈന്യാധിപനായ ശ്രീ സുബ്രഹ്മണ്യന്റെ ജന്മനാളാണ്. തമിഴ് പഞ്ചാംഗം അനുസരിച്ച് തൈമാസത്തിലെ പൂയം നക്ഷത്രമായതിനാലാണ് ഈ ദിവസത്തെ തൈപ്പൂയം എന്നറിയപ്പെടുന്നത്. അമ്പലപ്പുഴ കോമനയിലെ നവരാക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂർവാദ്യം ഭംഗിയോടെയും ഭക്തിയോടെയും കാവടികളെത്തി. ചെണ്ടമേളത്തോടെയും വിവിധ വേഷവിധാനങ്ങളോടെയും ഘോഷയാത്രയായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിയത്. അമ്പലപ്പുഴ നഗരം മുഴുവൻ ഹരഹര മന്ത്രം മുഴങ്ങി. ശ്രീമുരുകന് ഷഷ്ടി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ദിനമാണ് തൈപ്പൂയം. ഇന്നേ ദിവസം നടക്കുന്ന ആഘോഷങ്ങളോടനുബന്ധിച്ച് തലയിലോ തോളത്തോ ഏറ്റി ആടുന്നതിന് ഉപയോഗിക്കുന്ന വർണ്ണപ്പകിട്ടാർന്ന ഒരു നിർമ്മിതിയാണ് കാവടി. ഹിന്ദുമത വിശ്വാസപ്രകാരം സുബ്രഹ്മണ്യന് ഏറെ ഇഷ്ടപ്പെട്ട വഴിപാടാണ് കാവടിയാട്ടം. കാവ് എന്നാൽ ഭാരമെടുക്കുന്നതിന് പണ്ട് പ്രചാരത്തിലുണ്ടായിരുന്ന തടിയാണ്. തുലാസ് പോലെയുള്ളവ വടി അഥവാ തണ്ട് എന്ന അർത്ഥത്തിലാണ് കാവടി എന്ന വാക്കുണ്ടായത്. എന്നാൽ കാവിലേക്ക് അഥവാ ക്ഷേത്രത്തിലേക്ക് അടിവെച്ചു പോകുക എന്ന വ്യാഖ്യാനവും പണ്ഡിതന്മാർ കാവടിക്ക് നൽകുന്നു. കാവടിയിൽ കൊണ്ടുപോകുന്ന ദ്രവ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കാവടികളുണ്ട്. പാൽക്കാവടി, പീലിക്കാവടി, കളഭക്കാവടി, ഭസ്മക്കാവടി, എണ്ണക്കാവടി എന്നിങ്ങനെയാണ് അവ അറിയപ്പെടുന്നത്. അതേസമയം മുരുകനാണ് വഴിപാട് പ്രാധാന്യമെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലും ഇത് ആഘോഷിക്കുന്നു. ഒരിക്കൽ മഹാമുനിയായ അഗസ്ത്യർക്ക് മഹാദേവനെ ദർശിക്കാൻ ആഗ്രഹം തോന്നി. അങ്ങനെ ആഗ്രഹം കൈലാസത്തിലെത്തി. ശിവഭഗവാനെ തൊഴുത് പൂജയും നടത്തി. അങ്ങനെ തിരികെ പോകാൻ നേരം മഹാദേവൻ കൈലാസത്തിൽ നിന്ന് 2 പർവ്വത ശിഖരങ്ങൾ ശിവശൃംഗവും ശക്തിശൃംഗവും മഹർഷിക്ക് സമ്മാനിച്ചു. അങ്ങനെ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ അഗസ്ത്യമുനി തന്റെ ഹിഡുംബൻ എന്ന രാക്ഷസ സേവകനെ കൊണ്ട് 2 പർവ്വതങ്ങളും ഒരു ദണ്ഡിന്റെ 2 അറ്റത്തുമായി കെട്ടി തോളിലിട്ട് യാത്രയായി. അങ്ങനെ നടന്നു വരുമ്പോൾ യാത്രാമധ്യേ ഹിഡുംബൻ ക്ഷീണിച്ച് അവശനായി. അദ്ദേഹം ആ മലകൾ താഴെ ഇറക്കി വെച്ച് വിശ്രമിച്ചു. ക്ഷീണം മാറി വീണ്ടും മലകളെടുത്ത് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അവ അനങ്ങിയില്ല. എത്ര ശ്രമിച്ചിട്ടും ഹിഡുംബൻ അത് സാധിച്ചില്ല. അത്ഭുതപ്പെട്ട് ഹിഡുംബൻ നോക്കുമ്പോൾ കണ്ടത് വടിയും പിടിച്ചു നിൽക്കുന്ന ഒരു പയ്യനെയാണ്. ആ മല ശിവഗിരിയാണെന്നും അത് തൻ്റേതാണെന്നും ആ പയ്യൻ വാദിച്ചു. അവർ തമ്മിൽ യുദ്ധമായി. ഒടുവിൽ ബാലൻ ഹിഡുംബനെ തോൽപ്പിച്ച് വധിച്ചു. ഇതോടെ ബാലൻ മുരുകനാണെന്ന് മനസ്സിലാക്കിയ അഗസ്ത്യമുനി മുരുകനെ തൊഴുത് പ്രാർത്ഥിച്ചു. മുനിയുടെ അപേക്ഷ പ്രകാരം മുരുകൻ ഹിഡുംബനെ ജീവിപ്പിച്ചു. പുനർജീവിച്ച ഹിഡുംബൻ താൻ മലകൾ കൊണ്ടുവരുന്നത് പോലെ പൂജാദ്രവ്യങ്ങൾ കെട്ടിക്കൊണ്ടുവരുന്ന ഭക്തരെ അനുഗ്രഹിക്കണമെന്നും തന്നെ ദ്വാരപാലകനാക്കണമെന്നും ഹിഡുംബൻ മുരുകനോട് പ്രാർത്ഥിച്ചു. ഈ തരത്തിലാണ് കാവടിയെടുത്ത് തുടങ്ങിയതെന്നാണ് ഐതിഹ്യം പറയുന്നത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.